അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം നിലകൊള്ളുന്ന മാസം അള്ളാഹുവിൻ്റെ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഷഹ്റുല്ലാ, പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ നമുക്ക് അള്ളാഹു നൽകിയത് വലിയ ഭാഗ്യമാണ്. പണ്ഡിതന്മാരൊക്കെ പലരും പ്രാർത്ഥിച്ചിരുന്നു, മരിക്കുകയാണെങ്കിൽ റജബിൽ മരിക്കണമെന്ന്. കാരണം അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട ഒരു മാസം, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട എല്ലാം ഈ മാസങ്ങളെ കൂട്ടത്തിലെല്ലാം അള്ളാഹുവിൻ്റെ മാസം തന്നെയാണ്. റജബിന് ഇങ്ങനൊരു പ്രത്യേകത പറയാൻ കാരണം റജബിൻ്റെ ശ്രേഷ്ഠത. കാരണം തൻ്റെ ശത്രുക്കൾ തൻ്റെ കൺമുമ്പിൽ പെട്ടാൽ പോലും അത്രത്തോളം പവിത്രതയോടുകൂടി കണ്ട മാസമാണ് റജബിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ. അതിൽ ഒന്നാണ് ഷഹ്റുല്ലാ, റജബുൻ ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നുള്ളത്. ഷഹ്ബാൻ ഷഹ്രി, ഷഅബാൻ എൻ്റെ മാസമാണെന്ന് മുത്തായ റസൂൽ പറഞ്ഞു. റമളാൻ ഷഹ്റു ഉമ്മത്തി, അത് ഉമ്മത്തിൻ്റെ മാസമാണ്. ഷഹ്റുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമ്പോൾ, കാരണം നമ്മുടെ ഹൃദയം ദോഷങ്ങളെ കൊണ്ട് പാപങ്ങളെ കൊണ്ട് കറുത്തിരുണ്ട് പോയിരിക്കുകയാണ്. ഇതിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ മാസമാണ് റജബ്. റജബ് മാസത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കേണ്ട, അള്ളാഹുമായി ഏറ്റവും കൂടുതൽ വലിയ ബന്ധം പുലർത്തേണ്ട മാസമാണ്. ഇനി വരാൻ പോകുന്ന ഷഅബാൻ, അടുത്ത് വരാൻ പോകുന്നത് പരിശുദ്ധ റമദാനാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ പാവങ്ങളൊക്കെ കഴുകി ശുദ്ധിയാക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ, കാരണം കസിറത്തിൽ മഗ്ഫിറ, ധാരാളം അള്ളാഹു പൊരുത്തു കൊടുക്കുന്ന മാസമാണ്. ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിനോട് ഇരുകരങ്ങളെ ഉയർത്തിക്കൊണ്ട് എന്തു ചോദിച്ചാലും, അള്ളാഹുവെ ഞാൻ ദോഷിയാണ് റബ്ബേ, ഞാൻ പാവിയാണ് റബ്ബേ, എൻ്റെ പാവങ്ങൾ പൊരുത്തു തരണേ എന്ന് ഈ ഒരു മാസത്തിൽ അള്ളാഹുവിനോട് നാം ചോദിക്കുന്ന ചോദ്യത്തിന് തീർച്ചയായും അള്ളാഹുവിനോട് പാവങ്ങൾ പൊരുത്തു തരുമെന്നുള്ളതാണ്. അള്ളാഹു സർവ്വതും അള്ളാഹു മാഫാക്കട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി വന്നു പോയ, അതുപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഇന്ന് ആരുടെ മണ്ണിലാണ്, അവർക്കും അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. രണ്ടാമത്തത് ഏറ്റവും പവിത്രമായ, കാരണം മലക്കുകൾക്ക് പോലും സാധ്യമല്ലാത്ത, അല്ലേ, അതിനേക്കാൾ അപ്പുറമാണ് അള്ളാഹുവിൻ്റെ നിക്കാഹിനെ കാണുക. അള്ളാഹുവിൻ്റെ നിക്കാഹിനെ നേരിട്ട് അള്ളാഹുവിനെ കാണാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യം കിട്ടിയ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രി, ഇസ്രാ മിഅ്റാജ് സംഭവിച്ചത് ഈ പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. അതുകൊണ്ട് വലിയ പവിത്രതയാണ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആരാണ്, ഊഹിക്കാൻ പോലും പറ്റാത്തൊരു യാത്രയല്ലേ. ആ യാത്രയുടെ അത്ഭുതങ്ങൾ, ആ യാത്രയിൽ നടന്ന ഓരോ സംഭവങ്ങൾ അത്ഭുതമല്ലേ. ഇതിനെ പലരും തമാശയാക്കിയിരുന്നു ആ അത്ഭുത സംഭവത്തെ. അത് സംഭവിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്തത് പരിശുദ്ധമായ റജബിനെയാണ്. എന്തുകൊണ്ട് റജബ് തിരഞ്ഞെടുത്തു? റജബ് പവിത്രതയായതുകൊണ്ടാണ്. അതുപോലെ നാം ചെയ്യുന്ന, ശരീരത്തിൽ ചെയ്യുന്ന അമലുകൾ ഏറ്റവും ശ്രേഷ്ഠവും മഹത്വവും പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നമസ്കാരം. ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് റജബിലാണ്. എന്തുകൊണ്ട്? അള്ളാഹു സ്വർഗത്തിലേക്ക് കവാടങ്ങൾ തുറന്നു. അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മിഫ്ത ആവശ്യമാണ്. കാരണം സ്വർഗം തുറക്കണമെങ്കിൽ ഒരു താക്കോൾ ആവശ്യമാണ്, അല്ലെ? ഏതൊരു വീടാണെങ്കിൽ ആ വീട് തുറക്കണമെങ്കിൽ ഒരു താക്കോള്, അല്ലെ, കീ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആ വീട് തുറക്കാൻ പറ്റൂല. എന്നാൽ ആ കീ, ആ താക്കോൾ നൽകപ്പെട്ടത് റജബ് മാസത്തിലാണ്. നിസ്കാരം എന്താണ്? സ്വർഗത്തിൻ്റെ പൂട്ട് തുറക്കാനുള്ളതാണ്. അതിൻ്റെ ഒരു മിഫ്താഹാണ്. സ്വലാത്തു മിഫ്താഹുൽ ജന്ന എന്നാണ്. സ്വർഗത്തിൻ്റെ താക്കോളാണ് നമസ്കാരം എന്നാണ്. സ്വർഗത്തിൻ്റെ കീ അള്ളാഹു നമ്മുടെ കയ്യിൽ തന്ന, സ്വർഗത്തിൻ്റെ ചാവി നമ്മുടെ കയ്യിൽ അള്ളാഹു നൽകപ്പെട്ട മാസമാണ്. സ്വർഗം തുറക്കണമെങ്കിൽ അത് വേണം. അത് തന്നത് റജബിലാണ്. ആ സ്വർഗത്തിൻ്റെ താക്കോൽ അള്ളാഹു റജബിൽ തരാൻ വേണ്ടി അള്ളാഹു റജബിനെ തിരഞ്ഞെടുത്ത്. എന്തുകൊണ്ടാണ്? റജബ് പവിത്രമായത് കൊണ്ടാണ്. അതുപോലെ ബർക്കത്താക്കപ്പെട്ട മാസമാണ് റജബ്. ബർക്കത്ത് നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ പഠിപ്പിച്ചതും 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ അഅമാലിൽ ഖൈറാത്തി ലിവജ്ഹിക്കൽ കരീം. പള്ളികളിലേക്ക് പോയാൽ ഇമാംമാർ ദുആ ചെയ്യും, ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ
ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الأعمال الخيرات لوجهك الكريم. അല്ലാഹ് റജബിൽ നീ ബർക്കത്ത് ചെയ്യണേ. എന്തുകൊണ്ട്? ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി എന്തെങ്കിലും ഒരു സാധനം ചോദിക്കണം, സ്വർണം ചോദിക്കണം. സ്വർണം എവിടെ ചോദിക്കണം? സ്വർണ്ണമുള്ള കടയിൽ പോയി സ്വർണം ചോദിക്കണ്ടേ? എവിടെയും ചോദിച്ചാൽ കിട്ടൂലല്ലോ. നമുക്കൊരു സാധനം വേണമെങ്കിൽ ആ സാധനം ഉള്ള സ്ഥലത്ത് പോയി ചോദിച്ചാൽ ആ സാധനം കിട്ടും. അതേ സമയത്ത് ബർക്കത്തുള്ള മാസമാണ് റജബ്. അതുകൊണ്ട് ബർക്കത്തിന് ചോദിക്കണം ഈ മാസത്തിൽ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. റജബിൽ നീ ബർക്കത്ത് നൽകണം. കാരണം ബർക്കത്ത് കൂടുതൽ കൊടുക്കുന്ന മാസമാണല്ലോ റബ്ബേ. അതിന് എന്നെയും ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ഒരു പ്രാർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരെ നിരന്തരമായിരിക്കണം. എല്ലാ ബർക്കത്തുകളെക്കുറിച്ച് ഈ മാസം നാം ചോദിച്ചിരിക്കണം. അത് നമുക്ക് കിട്ടിയിരിക്കണം. അതിനുവേണ്ടി നമസ്കാരങ്ങൾക്ക് ശേഷം ഈ ദുആകൾ വർദ്ധിപ്പിക്കുക. ബർക്കത്തിന് വേണ്ടിയുള്ള ദുആകൾ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഖുർആൻ, ദിക്റുകൾ, അതുപോലെ പ്രധാനപ്പെട്ട ദിക്റുകൾ, അദ്ധാറാത്തീബുകൾ, നിസ്കാരങ്ങൾ ഇമാം ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മുടെ നമസ്കാരം എന്നുള്ളത് അല്ലാഹു നമുക്ക് ഗിഫ്റ്റായി നൽകിയത് ഈ റജബ് മാസത്തിനാണ്. അതുകൊണ്ട് നമസ്കാരം കഴിവും പരമാവധി ഖളാ ചെയ്യാതെ, അതുപോലെ അതായി ഇമാം ജമാഅത്തായിക്കൊണ്ട് അത് നിർവഹിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. കാരണം അള്ളാഹു ഈ മാസത്തിൽ നമുക്ക് നമസ്കാരം നൽകപ്പെട്ട അതിൻ്റെ ഒരു വാർഷികം കൂടിയാണ്. വാർഷികമാകുമ്പോൾ അങ്ങനെയല്ലേ, ഒന്നും കൂടുതൽ ഒരു പരിഗണന കൂടുതലാണ്. എന്തൊന്നിൻ്റെയും വാർഷിക ആഘോഷിക്കുമ്പോൾ നാം അതൊരു വലിയ പരിഗണനയാണ് നൽകുന്നത്. അപ്പോൾ റജബ് നമസ്കാരത്തിൻ്റെ വാർഷികമാകുമ്പോൾ നമസ്കാരത്തിന് വളരെ പ്രാധാന്യം. നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ട്, ഭാര്യയെ കൊണ്ട് ഒന്നും കൂടി ആ നമസ്കാരത്തിൻ്റെ ഗൗരവം അവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം ധന്യമാക്കേണ്ടതുണ്ട്. റജബിൽ പരിശുദ്ധമായ ഖുർആൻ്റെ സൂറത്തുകൾ പാരായണം ചെയ്യുക. പ്രധാനപ്പെട്ട ചില സൂറത്തുകളുണ്ട്. സൂറത്ത് യാസീൻ, ഇതൊക്കെ പാരായണം റജബ് മാസത്തിൽ നാം പാരായണം ചെയ്ത് ഒരു കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തിയാൽ തീർച്ചയായും അള്ളാഹു ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു നൽകും. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ, ഔറാദുകൾ, തസ്ബീഹുകൾ, അദ്ധാറാത്തീബുകൾ, അങ്ങനെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങളെ കൊണ്ട് ഈ മാസം ധന്യമാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഭാഗ്യമാണ് ഈ മാസം. അള്ളാഹു ഇതിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയതിന് അള്ളാഹുവിലേക്ക് എത്ര സ്തുതിച്ചാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരണം അള്ളാഹുലേക്ക് ചേർക്കപ്പെട്ട ഒരു മാസത്തിൽ നിലകൊള്ളാനുള്ള തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.